ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് പെരുവന്മല ശിവക്ഷേത്രം കാണാൻ പോയല്ലോ. പെരുവന്മല ശിവക്ഷേത്രം എന്ന് പറഞ്ഞാൽ എവിടെയാണെന്നല്ലേ, ഭയങ്കര പ്രത്യേകതകളുള്ള സ്ഥലം കേട്ടാ ഈ പെരുവന്മല ശിവക്ഷേത്രം എന്ന് പറയുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്നത് കേച്ചേരിയിൽ നിന്ന് വടക്കാഞ്ചേരി റൂട്ട് പോകുമ്പോൾ കേച്ചേരിയിൽ നിന്ന് 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലാണ് ഈ പെരുവന്മല ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പെരുവന്മല എന്ന് പറയുമ്പോൾ ആ വാക്ക് തന്നെ ഒരു വലിയൊരു മല തന്നെയാണ്. എളുപ്പമല്ല കയറി പറ്റണങ്ങ. കിതച്ച് എന്ന് പറഞ്ഞാൽ ശരിക്കും ക്ഷീണിച്ചു. അടിപൊളിയാണ് കേട്ടോ. അതിൻ്റെ മുകളിലെത്തിയാൽ ഞങ്ങൾ പുലർച്ചെ ഒരു 5-5:30 പുറപ്പെട്ട് അവിടെ ഒരു 6-6:15 ആകുമ്പോഴേക്ക് എത്തി. സൂപ്പറായിരുന്നു കാണാൻ തന്നെ. ഈ മലയുടെ മുകളിലെ ഒരു ക്ഷേത്രം. അതിൻ്റെ ഉള്ളിലേക്കൊന്നും നമുക്ക് ക്യാമറയൊന്നും കൊണ്ടുപോയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റില്ല. നമ്മൾ അവിടേക്ക് പോയതേ ശരിക്കും പറഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ പിൻഭാഗത്തൂടെയുള്ള വഴിയാണ്. മുൻഭാഗത്തൂടെയുള്ള വഴി വരുമ്പോൾ നമുക്ക് കുറച്ച് ദൂരം വണ്ടിയിൽ വരാം. പിന്നെ നമുക്ക് ഇതുപോലെ പിടിച്ച് കയറി പോരാനായിട്ട് ഒരു പൈപ്പൊക്കെ വെച്ചിട്ടുണ്ട് ഇരുമ്പിൻ്റെ. അങ്ങനെ അടിപൊളിയാണ്. അവിടെ നല്ല വ്യൂ ഒക്കെ ഉണ്ട്. സൂപ്പറാണ്. നമുക്ക് തൃശ്ശൂരിൻ്റെ ഒരുവിധം ഭാഗമൊക്കെ ഈ പെരുവന്മലയിൽ കയറിക്കഴിഞ്ഞാൽ കാണാം. പിന്നെ ക്ഷേത്രം തുറന്ന് പ്രവർത്തിക്കുന്നതെന്ന് വെച്ചാൽ 6:30 ശിവക്ഷേത്രം കാലത്ത് തുറക്കുക. പിന്നെ 9 അടയ്ക്കും. വൈകിട്ടാണെങ്കിൽ 5:30 മുതൽ 7 PM വരെയാണ് ഇവിടെ നമുക്ക് ദർശനത്തിനുള്ള സമയമുള്ളൂ കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ അടിപൊളി വ്യൂ ആണെന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ ആണ്. ഒന്ന് കണ്ടിരിക്കേണ്ടത് തന്നെയാണ്. ഇതിൻ്റെ ശാന്തി നമ്മൾ ചെന്നതിന് ശേഷമാണ് അവിടെ എത്തിയത്. അപ്പോൾ നമ്മൾ സമയവും മറ്റു കാര്യങ്ങളും ഒക്കെ നമ്മൾ അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കി. പിന്നെ നമ്മൾ അവിടെ ഒരു ചേട്ടനൊക്കെ കണ്ടു കേട്ടോ. പരശുരാമൻ പ്രതിഷ്ഠിച്ചിട്ടുള്ള അമ്പലത്തിലൊന്നാണ്. ശിവാലയത്തിലെ ഒരു അമ്പലം അത്. പിന്നെന്താ പ്രത്യേകത? പിന്നെ ഒരുപാട് കള്ളന്മാരെ കൊള്ളയടിക്കപ്പെട്ടിട്ട് വീണ്ടും ജനങ്ങളൊക്കെ ആയിട്ട് പ്രതിഷ്ഠിച്ചിട്ടുള്ള കൊച്ചിൻ ദിവസം കൊണ്ട് കേട്ട് കിടക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് ഒരു കൈപ്പറമ്പ് അമ്പലമുണ്ട്. ഏതമ്പലം? കൈപ്പറമ്പ്. അവിടെ അവിടെ പ്രശ്നം വയ്ക്കുന്ന സമയത്ത് അവിടുത്തെ ജ്യോതിഷന്മാർ കൃത്യമായിട്ട് പറയാണ്. ഒന്നാണ് എനിക്ക് ജ്യോതിഷത്തിൽ ചെറിയൊരു വിശ്വാസം വന്നത്. കാരണം എന്ന് വെച്ചാൽ അവർ ഇങ്ങനെ രാശി വെച്ചിട്ട് പറഞ്ഞു ഇതിൻ്റെ ആ അമ്പലത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് മൂലയ്ക്കൽ കുന്നുംപുറത്ത് തസ്കരന്മാർ കൊള്ളടിക്കപ്പെട്ട ഒരു ക്ഷേത്രമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ഒരു കിണറുണ്ട്. ആ കിണറിൽ ഒരു അന്തർധാര ആ അമ്പലത്തിലേക്ക് ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണ്. അങ്ങനെ ഒരുപാട് ഇതുണ്ട്, പ്രത്യേകതയുള്ള ഇതാണ്. പിന്നെ വേനലിലും എത്ര വേനലിലും പറ്റില്ല. ഇത്രയും കുന്നിൻ്റെ മുകളിൽ അടിപൊളി വെള്ളമായിരിക്കും. സൂപ്പർ വെള്ളം. അല്ല, ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് സുനിലൻ. അപ്പോൾ അവിടുത്തെ സുനിലേട്ടനെ കണ്ടു. അദ്ദേഹം അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഇത്രയും ഹൈറ്റിലുള്ള ഈ മലയുടെ മുകളിൽ ആ ക്ഷേത്രത്തിൽ ഒരു കിണറുണ്ട്. വറ്റാത്ത കിണറാണ്. അടിപൊളി വെള്ളമെന്നാണ് പറഞ്ഞു. സൂപ്പറാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഒരു അത്ഭുതം തന്നെയാണ്. പിന്നെ അവിടെ ഒരു ആലുണ്ട്, ഒരു മാവുണ്ട്, അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അവിടെ രണ്ടും കൂടിയിട്ട് ഇടചേർന്ന് നിൽക്കുന്നത് കാരണം ആത്മാവെന്ന് പറയും എന്നൊക്കെ. ഈ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഫോണ് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല, കയറ്റാൻ പറ്റില്ല, റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ പുറത്തുനിന്ന് പറ്റാവുന്ന രീതിയിലൊക്കെ നമ്മൾ വീഡിയോ എടുത്തു. ഒരു രസമുണ്ട്. എന്തായാലും അടിപൊളിയാണ്. ഇത്രയും മലയുടെ മുകളിൽ ഒത്ത നടുക്കായിട്ട് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുക. ക്ഷേത്രത്തിന് കയറി പറ്റണമെങ്കിൽ എളുപ്പമൊന്നുമില്ല. ഓഫ് റോഡിങ്ങായിട്ട് ചിലവരൊക്കെ കയറുന്നുണ്ട് വണ്ടിയും കൊണ്ട്. നമുക്കൊന്നും അത് സാധിക്കില്ല. നടന്ന് കയറാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. വ്യൂ എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. എല്ലാവരും ഒന്ന് പോയി കാണേണ്ടതാണ്. പിന്നെ ശിവക്ഷേത്രത്തിൽ പെട്ടിട്ടുള്ളൊരു ക്ഷേത്രമാണെന്ന് പറഞ്ഞല്ലോ. അവിടുത്തെ വൈബ് തന്നെ അടിപൊളിയാണ്. ഞങ്ങളപ്പോൾ കാഴ്ചകളും അതുപോലെ അമ്പലത്തിലുള്ള കാര്യങ്ങളും ഒക്കെ അറിഞ്ഞ് ചോദിച്ച് മനസ്സിലാക്കി ഞങ്ങൾ മെല്ലനെ അവിടെ നിന്ന് ഇറങ്ങാണ്. ഇറങ്ങാനും കുറച്ചൊക്കെ ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ. നമ്മൾ ഇത്രയും ഇതൊക്കെ ഉണ്ടായിട്ട് അടുത്തുള്ള സ്ഥലമൊക്കെയാണ്. പക്ഷേ നമ്മളവിടെ ആദ്യമായിട്ടാണ് പോയത്. ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗെയ്സ്, ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പിൻവശത്ത് കൂടി കയറുമ്പോൾ വലിയ ജലസംഭരണമൊക്കെ കാണാം. പിന്നെ എടുത്ത് പറയാനുള്ളത് അവിടെ ഇവിടെയൊക്കെ മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞിട്ടുള്ളതായി കണ്ടു. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ബോട്ടിൽ
ഇതൊക്കെ നമുക്ക് ഗവൺമെൻറ്റിനൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെപ്പോലത്തെ ആൾക്കാരൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്താ വെച്ചാൽ ഈ പ്ലാസ്റ്റിക് കുപ്പികളും മാലിന്യങ്ങളൊക്കെ നിക്ഷേപിക്കാനായിട്ട് ഉള്ള പ്രത്യേക സംഭരണികളും ഒക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും ഇടാതെ അതൊക്കെ കത്തിച്ച് കളഞ്ഞിട്ടും അത് നശിപ്പിച്ചിട്ടും നമ്മൾ അവിടെയും ഇവിടെയൊക്കെ മാലിന്യമൊക്കെ ഇട്ട് നമ്മൾ വെറുതെ ഗവൺമെൻറ്റിനെയും അധികൃതരെയൊക്കെ കുറ്റം പറയാണ്. അപ്പോൾ അടിപൊളി യാത്രയായിരുന്നു. ഒരു പ്രത്യേക അനുഭവമായിരുന്നു. നമ്മളെ അടുത്തൊക്കെ ഉള്ള സ്ഥലമാണ്, പക്ഷേ ഇപ്പോഴാണ് കാണാൻ കഴിഞ്ഞത്. ഞങ്ങളപ്പോൾ പോവാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക.